കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല നിർണായക ഘട്ടത്തിലേക്കും SIT എത്തിയിട്ടുമുണ്ട്. നമുക്കറിയാം സൈഫു, ഈ കോടതി ഇത് പരിഗണിച്ചപ്പോൾ 6 ആഴ്ചത്തെ സമയമാണ് കോടതി SITക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഒരു പ്രാഥമിക റിപ്പോർട്ടൊക്കെ നൽകാനിരിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിലും അപ്ഡേഷൻസ് വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാറിനെ SIT ചോദ്യം ചെയ്തിരിക്കുന്നു. ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തത് എന്നാണ് വിജയകുമാർ മൊഴി നൽകിയത്. A. പത്മകുമാർ പ്രസിഡന്റായ ബോർഡിൽ അംഗമായിരുന്നു വിജയകുമാർ. സസ്പെൻഷനിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാറിനെയും ചോദ്യം ചെയ്തേക്കും. സിജോ വി ജോൺ വിശദാംശങ്ങളുമായി. സിജോ, ഇന്നിപ്പോൾ ഇടക്കാല റിപ്പോർട്ട് SIT കോടതിയിൽ കൊടുക്കാനിരിക്കെയാണ് ദ്രുതഗതിയിലുള്ള നീക്കങ്ങളും ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വിജയകുമാറിനെ എങ്ങനെയാണ് ഇവരുടെ ലിസ്റ്റിലേക്ക്, SITയുടെ ലിസ്റ്റിലേക്ക് വരുന്നത്? വിജയകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കാര്യമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചതായുള്ള സൂചനയുണ്ടോ? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം അതിൻ്റെ ഉന്നത ആളുകളിലേക്ക് എത്തുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ബോർഡ് അംഗങ്ങളെയും വൈകാതെ തന്നെ ചോദ്യം ചെയ്യുന്നുള്ളത്. അത് ഘട്ടം ഘട്ടമായി ബോർഡ് അംഗങ്ങളിലേക്കും ഈ ചോദ്യം ചെയ്യൽ എത്തിയിരിക്കുകയാണ്. അന്ന് 2 ബോർഡ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്, ഈ പത്മകുമാർ പ്രസിഡന്റായിട്ടുള്ള സമിതിയിലുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ N. വിജയകുമാറിനെയാണ് ഇപ്പോൾ SIT സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ വിവരങ്ങൾ കൂടി അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് സംഘം ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുക. എന്തായാലും ഇത് കാര്യം അദ്ദേഹം ഈ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല, തന്നെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള കാര്യങ്ങൾ താൻ ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു ഇടപെടലും താൻ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് വിജയകുമാർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അന്ന് പ്രതി ചേർക്കപ്പെട്ടപ്പോൾ ഈ ബോർഡ് അംഗങ്ങൾ എന്ന നിലയിലാണ്, ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന നിലയിലാണ് ഈ പ്രതിപ്പട്ടികയിലേക്ക് ഇവർ വരികയും ചെയ്തത്. ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് സംബന്ധിച്ച് എത്രത്തോളം കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ച് വരികയും ചെയ്യുകയാണ്. എന്തായാലും തനിക്ക് ഇക്കാര്യത്തിലൊരു പങ്കുമില്ല എന്നുള്ളൊരു കാര്യം ആവർത്തിച്ച് പറയുകയാണ് വിജയകുമാർ ചെയ്യുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ A. പത്മകുമാറിലേക്കും അന്വേഷണം കിടക്കും. അദ്ദേഹത്തെയും ചോദ്യം ചെയ്യുന്നുള്ള സൂചനകളാണ് ലഭ്യമാകുകയും ചെയ്യുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇന്ന് SIT സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഈ ഉന്നതരുടെ പങ്ക് സംബന്ധിച്ചും അവരെന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളും സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുതന്നെയാണ് ഈ ചോദ്യം ചെയ്യലിലൂടെയുള്ള വിവരങ്ങളിലൂടെ നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യാം. തനിക്ക് ഇതിലൊരു പങ്കുമില്ല, ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചത് പ്രകാരമുള്ള കാര്യങ്ങളാണ് താൻ ചെയ്തത് എന്നാണല്ലോ ഇയാളിപ്പോൾ SITക്ക് മൊഴി നൽകിയിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിയ ഉദ്യോഗസ്ഥർ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിലൊക്കെ SITക്ക് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ സിജു തന്നെ സൂചിപ്പിച്ചതുപോലെ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന സമയത്തെ ബോർഡിലെ അംഗമാണ്. അപ്പോൾ ഇനി ഏതൊക്കെ അംഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരിലേക്ക് SIT സംഘം എത്തും? പത്മകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചോദ്യം ചെയ്യൽ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് അവസാനിച്ചു എന്നല്ല പറയുക. ഇപ്പം നിലവിൽ മൊരാരി ബാബുവിനെയും അതിൽ സുജിഷിനെയും മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം രാധാകൃഷ്ണൻ അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയും പ്രാഥമിക നിലയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വാസുവിനെ ചോദ്യം ചെയ്ത് അതൊരു പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇവരിൽ ലഭിച്ചിരിക്കുന്ന മൊഴിയും അതോടൊപ്പം തന്നെ ഇവർ നൽകിയിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. ഇനി ദേവസ്വം ബോർഡിൽ അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയെ മാത്രമാണ് ചോദ്യം ചെയ്യാനുള്ളത്. ജയശ്രീ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവർ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ജില്ലാ കോടതിയെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ അവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു അവർ ജാമ്യ അപേക്ഷയുമായി സമീപിച്ചിരുന്നത്. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലുള്ള എല്ലാവരുടെയും ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളിലേക്കാണ് അന്വേഷണം എത്തേണ്ടത്. മറ്റൊരു അംഗം കൂടിയുണ്ട്, CPIയുടെ നോമിനി ആയിട്ടുള്ള അംഗമുണ്ട്. അദ്ദേഹത്തെ കൂടി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ആദ്യഘട്ട നടപടികൾ അവസാനിക്കുകയും ചെയ്യും. പിന്നീടായിരിക്കും ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അതിനപ്പുറത്തേക്ക് ബോർഡ് അംഗങ്ങൾ തലത്തിലുള്ള അവരുടെ ഇൻവോൾവ്മെന്റ് സംബന്ധിച്ച് കൃത്യമായ സൂചനകളിലേക്ക് വരിക. എന്തായാലും ഉദ്യോഗസ്ഥർ പറയുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ നിർദ്ദേശം അതേപടി അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ്. പക്ഷേ ഇവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരാണ് അത്തരത്തിൽ രേഖകൾ തയ്യാറാക്കിയത്.